അഭിരാമി പാട്ടുകാരി കൂടി ആയതുകൊണ്ട് ബാബുക്കയ്ക്ക് ഒരു ട്രിബ്യൂട്ടായിട്ടൊരു പാട്ട് ഹമ്മിയാവുന്നതാണ്. തീർച്ചയായിട്ടും. ഇത് ഈ ഒരു പാട്ട് എനിക്ക് സാറ് പറഞ്ഞു ബാബുരാജ് മാഷിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട്, പക്ഷെ എനിക്ക് ഒരു പാട്ടായിട്ട് എടുക്കാൻ ഭയങ്കര പാടാണ്. ഓരോ പാട്ടിലെടുത്താലും നമുക്ക് ആ ഏത് പാട്ടാണ് ഇഷ്ടം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പാട്ട് വളരെ സ്പെഷ്യലാണ്. എന്താ വെച്ചാൽ എനിക്ക് ഡയമണ്ട് നെക്ലസിലേക്കുള്ള ഒരു വാതിൽ, ഒരു ഫിലിം മ്യൂസിക്കിലേക്കുള്ളൊരു വാതിൽ തുറന്നു തന്ന ഈ ഒരു പാട്ടാണ്. അതിൻ്റെ 2 വരി പാടാം. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും. അതിൽ പ്രേമ തപസ്വിനി ഉണ്ട് അല്ലേ? പ്രേമ തപസ്വിനി, പ്രേമ തപസ്വിനി, കാമുക സംഗമ വേളയിൽ. പ്രേമ തപസ്വിനി, പ്രേമ തപസ്വിനി, കാമുക സംഗമ വേളയിൽ. നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിന്നലേ. നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിന്നലേ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താങ്ക് യു. ആ വാതിലടച്ചതേ ബാബുരാജ് വാതിലടച്ച പോലെ. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിൽ, എല്ലാ പാട്ടിലും ഇപ്പം ബാബുക്ക, ഭാസ്കരൻ മാഷ്, ജാനകിയമ്മ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോമ്പിനേഷനാണ്. അതൊരു എവർ ഗ്രീൻ, എവർ ലാസ്റ്റിംഗ് കോമ്പിനേഷനാണ്. ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവം ദേവരാജൻ മാസ്റ്ററുടെ കൂടെ ബാബുരാജ് നടന്ന വഴികളിലൂടെ സഞ്ചരിച്ചാണ്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇവർ തമ്മിലൊക്കെ എന്തായിരിക്കും ഇവരുടെ ബന്ധം. രണ്ടുപേരും ലെജൻഡുകളാണ്, ദേവരായ മാസ്റ്ററും ബാബുരാജും. രണ്ടുപേരും മത്സരിച്ച ആളുകളാണ്. വളരെ അപൂർവമായിട്ട് അവർ ഇത് കണ്ടിട്ട് തന്നെ, ദേവരായ മാസ്റ്റർ പറഞ്ഞു, വളരെ അപൂർവമായിട്ട് അവർ കണ്ടിട്ട് തന്നെയുള്ളൂ, വളരെ സ്റ്റുഡിയോയിലൊക്കെ അപൂർവമായിട്ട്. പക്ഷെ ഒരിക്കൽ മാഷ് കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. എനിക്ക് ബാബുരാജ് ഇരുന്ന് പാടിയിരുന്ന സ്ഥലമുണ്ട്, കോർണേഷൻ തിയേറ്ററിന് മുമ്പിൽ ബാബുരാജ് റോഡ് സൈഡിൽ ഇരുന്ന് പാടിയിരുന്ന ഒരു സ്ഥലമുണ്ട്. ആ പാടി കേട്ടിട്ടാണ് ഒരു പോലീസുകാരൻ അദ്ദേഹത്തെ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും അദ്ദേഹത്തെ ദത്തെടുക്കുകയും ചെയ്ത ഒരു കഥയുണ്ട്. അപ്പോൾ ഈ കഥ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു എനിക്ക് അവിടെ ഒന്ന് പോകണമെന്നു. അങ്ങനെ മാഷയും കൊണ്ട് കാറിൽ പോയി, ഞങ്ങൾ ആ വഴിയിലൊക്കെ പോയി, പിന്നെ ബാബുരാജ് താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി. അങ്ങനെ മറക്കാൻ പറ്റില്ല, കാരണം ഒരു ലെജൻഡാണ്. അന്നാണ് എന്നോട് പിന്നീട് ഒരു കാലത്ത് ഹരിഹരൻ സാർ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ യാകാശം എന്ന് പറയുന്ന പടം, അത് അവസാനത്തെ പടമാണ് ബാബുരാജിൻ്റെ. ആ സമയത്ത് അദ്ദേഹം സ്ട്രോക്കൊക്കെ വന്നു. അപ്പോൾ ബാബുരാജ് ഇതറിയില്ല, ഹരിഹരൻ അദ്ദേഹത്തെ വിളിച്ചു, പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ബാബുരാജ് വന്നിട്ട് ഹാർമോണിയം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് മുന്നിലേക്ക് നീക്കി വെച്ചു.
അപ്പോൾ ഹരിഹരൻ ദേഷ്യം വന്നു. എന്താ വെച്ചാൽ ബാവുക്ക എന്താ നിങ്ങൾ ഹാർമോണിയം വായിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. കാരണം ഹാർമോണിയത്തിൽ അദ്ദേഹത്തിൻ്റെ വിരലുകൾ അപ്രത്യക്ഷമാവും, അത്രയും സ്പീഡിലാണ് വായിക്കുക. അപ്പോൾ ബാബുരാജിന് കണ്ണ് നിറഞ്ഞു. എന്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. പിന്നെ അദ്ദേഹം ഇതെടുത്തിട്ട് ഹാർമോണിയം എടുത്തിട്ട് വായിക്കാൻ നോക്കുമ്പോഴാണ് കൈ വഴുതി പോകുന്നത് കാണുന്നത്. അപ്പം ഹരിഹരൻ പറഞ്ഞു വേണ്ട, അല്ല അങ്ങനെയല്ല, അന്ന് വാശിയോട് കൂടി പുള്ളി ചെയ്തു. അപ്പോൾ ആ സിനിമയിൽ ഒരു പാട്ട് ബാക്കിയുണ്ടായിരുന്നു കമ്പോസ് ചെയ്യാൻ, ഒരു പാട്ട്. അതിന് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോൾ ആ പാട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ സിനിമ റിലീസ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഹരിഹരൻ ചെന്ന് ദേവരാജ മാഷോട് പറഞ്ഞു, മാഷ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു പാട്ട് ബാക്കിയുണ്ട്, മനസ്സോടെ പറഞ്ഞത്. അപ്പോൾ മാഷ് പറഞ്ഞു അത് ശരിയല്ല, അത് ബാബുരാജ് ചെയ്ത സിനിമയിൽ ഞാനെങ്ങനെ ചെയ്യാം? അല്ല വേറെ ഒരു വഴിയില്ല മാഷെ, അത് നന്ന ക്വാളിറ്റി പാട്ട് ആവണം. അപ്പോൾ ഒരു കണ്ടീഷനിൽ ദേവരാജ മാഷ് സമ്മതിച്ചു പോലും, അതായത് ഈ പാട്ട് ഞാൻ ചെയ്യാം, പക്ഷേ ഇത് ഒരിക്കലും എൻ്റെ പേരിൽ വരരുത്, ഇത് ബാബുരാജിൻ്റെ പേരിലേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് സമ്മതിച്ചു. ആ പാട്ട് നിങ്ങൾക്ക് ഇപ്പം കേട്ടാൽ ഞാൻ പിന്നെ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പാട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള റൂട്ടിലാണല്ലോ ആ പാട്ട് പോകണമെന്ന് ദേവരാജ. പക്ഷെ ഒരിക്കലും അദ്ദേഹം മരിക്കുന്നവരെ പറഞ്ഞിട്ടില്ല അത് എന്നോട്. പിന്നീട് ഹരിഹരൻ പറഞ്ഞു ഇത് നാലാൾ അറിയണം എന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം അദ്ദേഹം എത്ര വലിയ മനുഷ്യനായിരുന്നു എന്ന് അറിയണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം മരിച്ചു കഴിഞ്ഞു എല്ലാവരും, പക്ഷെ ഇങ്ങനെയൊക്കെ സിനിമാ ലോകത്ത് നടന്നിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ട് സംഗീത സംവിധായകർ തമ്മിലുള്ള സൗഹൃദം, അവരുടെ സ്നേഹം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മാഷ് ദേവരാജ മാഷ് ആ കാറിൽ പോകുമ്പോൾ തന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു, മാഷ് ബാബുരാജിൻ്റെ പാട്ട് വല്ലതും അറിയാം? അപ്പോൾ മാഷ് ഒരു പാട്ട് പാടി, ഈ കൺമണി നീയൻ കരം പിടിച്ചാൽ എന്നുള്ള പാട്ട്. അപ്പോൾ അതെ അദ്ദേഹം അല്ല കുപ്പിവള. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പാട്ട് ഇപ്പോഴും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുന്നു ആ പാട്ട് എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ എഴുതാമെന്ന് വിചാരിച്ചു.